ഞങ്ങള് പറയണ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പോലീസിനെ വിളി അമ്മ പോലീസിന് 101 വിളിക്ക് 100 വിളിക്ക് മോൻ കിട്ടിയിട്ടുണ്ട് മയങ്ങി വീണ് ഇവിടെ ഇവിടെ വന്ന് മയങ്ങി വീണ് കിടക്കണ മോൻ കിട്ടിയിട്ടുണ്ട് മോൻ കിട്ടിയിട്ടുണ്ട് മോൻ കിട്ടി ഇവളുടെ മോൻ കിട്ടി ഇവളുടെ മോൻ കിട്ടിയെന്ന് ഫോണിൽ കിട്ടിയിരുന്നുണ്ട് മോൻ കിട്ടി മോൻ കിട്ടി എവിടെ നിന്നെങ്കിലും വന്നിട്ട് കൊണ്ടുവരുന്നത് ആരിത് അല്ല ദന്തുപൂജ ഇവിടെ നടത്തിയത് ദന്തുപൂജ നടത്തി അവളുടെ വായി കണ്ട ഹാൻഡ്സ് വെച്ചിരിക്കുകയാണ് പൂജ കഴിക്കുന്ന ഹാൻഡ്സ് വെക്കുവോ എന്താ വായിൽ നിന്റെ ഈ എവിടെ കണ്ടവള് എന്റെ മകളെ എന്തൊരു ഇതാണ് മദ്യലഹരി എന്ന് പറയുന്നത്. ഇരിക്കുകയാണോ എഴുന്നേക്കുകയാണോ ഒന്നും ആളിന് മനസ്സിലാവുന്നില്ല. ഇവരാണ് ജോത്സ്യനെ വീട്ടിലേക്ക് ഒരു പൂജയുണ്ട് എന്ന് പറഞ്ഞ് ഈ കൊഴിഞ്ഞാമ്പാറയിലെ വീട്ടിലേക്ക് മറ്റൊരു പ്രതിയായ പ്രതീഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ ഇറങ്ങി മദ്യലഹരിയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് അവിടെ കിടന്നു. അതിനുശേഷം എഴുന്നേൽക്കാൻ വയ്യാതെ ഇരിക്കുന്നു. ഈ സമയമാണ് നാട്ടുകാരെ അസഭ്യം വിളിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാരെ അസഭ്യം വിളിക്കുന്നത്. പിന്നീട് നാട്ടുകാരാണ് തടഞ്ഞു വെച്ച് കൊഴിഞ്ഞാമ്പാറ പോലീസിന് വിവരം അറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്. എന്തായാലും ജിതിനാണ് ഈ കേസിന്റെ ആസൂത്രണമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ജോത്സ്യം പിന്നീട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അങ്ങനെ അത് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. എന്തായാലും പ്രതികളിൽ 10 പേരുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പലരും പല ഭാഗങ്ങളിലേക്ക് ഓടിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു 24-കാരി കൂടി ഈ കേസിൽ പ്രതിയാണ് എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നുണ്ട്. ഇവരും ഓടി രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടും. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടത്തി വരികയാണ്. എന്തായാലും ജിതിന്റെ കാലിന് പൊട്ടലുണ്ട്. ഇയാൾ ഇപ്പോൾ ഇവിടെ കരുണ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് വിവരം. മറ്റു പ്രതികളെ കുറിച്ചും പോലീസിന് ഏതാണ്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. മൈമൂനെയും അതുപോലെ തന്നെ ശ്രീജേഷിനെയും കോടതിയിൽ ഹാജരാക്കാനായി പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ഹണി ട്രാപ്പായിരുന്നു ഉദ്ദേശം. ഏതാണ്ട് 2-3 ദിവസമായി ജിതിനും അതുപോലെ തന്നെ ഈ മൈമൂനെയും ഈ പ്രദേശത്തെ കൊഴിഞ്ഞാമ്പാറയിലും പാലക്കാട് ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരാണ് ഈ കൊല്ലങ്കോട്ടെ ജോത്സ്യനുമായി സംസാരിക്കുകയും പിന്നീട് പൂജയുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിവസ്ത്രനാക്കി മർദ്ദിച്ച് ഫോട്ടോ എടുത്ത് ആ ചിറ്റൂർ പോലീസ് അവിടെ മറ്റൊരു പ്രതിയെ തെരഞ്ഞ് മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരു അടിപിടി കേസിലെ മൊബൈൽ ടവർ ലൊക്കേഷൻ തെരഞ്ഞ് വന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ട് ആ പോലീസിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. എന്തായാലും കേസിൽ 10 പ്രതികളുണ്ട്. അല്പസമയത്തിനകം തന്നെ DYSP മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അപ്പോൾ ലഭ്യമാക്കാനാകും. മദ്യം തലയ്ക്ക് പിടിച്ച ഇതാ അവസ്ഥ അല്ലേ? അങ്ങനെയൊക്കെ പറയാം. മദ്യം തലയ്ക്ക് പിടിച്ചാൽ ഇതാണ് അവസ്ഥ. റോഡിൽ ചിലപ്പോൾ ഇരിക്കും, കിടക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവരും. എന്തായാലും പോലീസ് വന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ സേഫാണ്. കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും.